അസ്സലാമലൈക്കും. ഇന്നും ഞാൻ ഒരു അടിപൊളി സ്നാക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഒത്തിരി സാധനങ്ങളൊന്നും ആവശ്യമില്ല. മുട്ടയും ഗോതമ്പൊടിയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ്. അപ്പൊ ഈ സിമ്പിൾ ആയിട്ടുള്ള സ്നാക്ക് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് 1 ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ ഒരു പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഞാൻ ഇതിനകത്തോട്ട് 2 സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിനി സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പൊ ഒന്ന് പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടി നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ തന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിന് നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട. ആകെ ഉള്ളി വഴറ്റല് മാത്രമേ പണിയുള്ളൂ. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് മസാല ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂൺ മതി. അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിന്റെ പച്ചമണം മാറണ വരെ നല്ല പോലെ വഴറ്റിയെടുക്കുക. സവാള അങ്ങനെ ഒരുപാട് വഴറ്റിയെടുക്കണം എന്നില്ല. നിങ്ങൾക്ക് ചെറുതായിട്ട് കടിക്കുന്ന ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ വഴറ്റിയാൽ മതി. അല്ലാത്തവർ മാത്രം നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പൊ ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാലയുടെ ആ പച്ചമണമൊക്കെ മാറി എല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മസാല റെഡിയായി. ഇനി നമുക്ക് ബാക്കി ഗോതമ്പ് പൊടി ഒന്ന് കുഴച്ചെടുക്കണം. അത്രയേ ഉള്ളൂ. അപ്പൊ ഇത് നമുക്ക് തീ ഓഫ് ചെയ്ത് എടുത്ത് വെക്കാം. ഇപ്പൊ ഞാൻ ഒരു ബൗളിനകത്തോട്ട് 1 കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ഓയിൽ ഏതായാലും കുഴപ്പമില്ല. അതിനുശേഷം നമുക്ക് നന്നായിട്ട് കൈ വെച്ച് ഒന്ന് തിരുമ്മിയെടുക്കാം. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ആ ഒരു പരുവത്തിൽ തന്നെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ചായിട്ട് നമ്മുടെ സാധാ വെള്ളം ചേർത്തിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. ഞാനിപ്പോ നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അപ്പൊ തന്നെ ഉപയോഗിക്കാം. ഞാൻ ഇതിൽ നിന്ന് ഒരു ചപ്പാത്തി മാവിന്റെ വലുപ്പത്തിൽ ഒരു ഉരുള എടുക്കുന്നുണ്ട്. കൗണ്ടർ ടോപ്പിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി വലിയ ഉരുള എടുത്തിട്ട് പരത്തി എടുത്താൽ മതി, കാരണം നമ്മളിത് കട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതേപോലെ തന്നെ ഷേപ്പ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. മാക്സിമം നല്ലോണം തിന്നായിട്ട് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കാൻ നോക്കുക. എന്നാലും നമുക്ക് 2 പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനിത് മാക്സിമം തിന്നായിട്ട് തന്നെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കത്തി വെച്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ സമൂസ ഷീറ്റൊക്കെ പോലെ നീളത്തിലുള്ള ഒരു പീസാണ് നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പൊ 2 സൈഡും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരു ഷീറ്റിൽ നിന്ന് തന്നെ ഞാൻ 2 എണ്ണം കട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ നല്ല വലുപ്പത്തിൽ നമ്മൾ പരത്തിയെടുത്താൽ മാത്രമേ നമുക്ക് 2 എണ്ണം കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇതേപോലെ നമ്മൾ 4 സൈഡും കട്ട് ചെയ്തെടുക്കണം. അപ്പൊ ആദ്യം 2 സൈഡ് കട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആ പീസ് എടുത്തങ്ങ് മാറ്റാം. അത് വീണ്ടും നമുക്ക് കുഴച്ചിട്ട് ഒന്നുകൂടെ പരത്തിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ 2 സൈഡും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടും. അപ്പൊ ദേ ഈ ഒരു ഷേപ്പാണ് നമുക്ക് വേണ്ടത്. കുറച്ച് നീളത്തിലുള്ള നമ്മുടെ സമൂസ ഷീറ്റിന്റെ ആ ഒരു പരുവാണ് ഉണ്ടാവുക. ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിംഗ് വെച്ച് അടിപൊളിയായിട്ട് എടുക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഒരു പീസിനകത്തോട്ട് മസാല വെച്ച് കൊടുക്കുകയാണ്. ഒരു 2 സ്പൂണൊക്കെ മസാല മതി. അത് നമ്മൾ കറക്റ്റ് മിഡിലല്ല വെക്കുന്നത്, ഇത്രയും അങ്ങോട്ട് ഇറക്കിയിട്ടാണ്. എന്നിട്ട് അതിന്റെ മേളിൽ വട്ടത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ഒരു പീസ് മുട്ട വെച്ചിട്ടുണ്ട്. ഞാൻ 2 മുട്ട എടുത്തിട്ടുള്ളൂ, പുഴുങ്ങിയ മുട്ടയാണ്. അത് റൗണ്ട് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അതുപോലെ തന്നെ ഇത് ഒട്ടിക്കാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് മൈദ പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 2-3 സ്പൂൺ മൈദയിൽ 1-2 സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അത് വെച്ച് നമുക്ക് ഒരു സൈഡിൽ ഇതേപോലെ 3 സൈഡും ഒന്ന് മൈദ വെച്ച് ഒട്ടിച്ചെടുക്കുക. ഇനി ഇത് നമ്മൾ ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പെട്ടെന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈദ വെച്ച് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ നമ്മൾ മടക്കി വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡും അതേപോലെ അങ്ങോട്ടേക്ക് മടക്കി കൊടുത്താൽ മതി. അപ്പൊ തന്നെ നമുക്ക് നമ്മുടെ സ്നാക്കിന്റെ ആ പരുവ റെഡിയാവും. പക്ഷെ ഞാൻ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇതേപോലെ.
അറ്റം വരെ കട്ട് ചെയ്യരുത്, നടുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ സമയമുള്ളവരോ അതേപോലെ തന്നെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരും മാത്രം ഈ ഒരു മെത്തേഡ് ചെയ്താൽ മതി. അല്ലാത്തവർ അങ്ങോട്ടേക്കും ഇതേപോലെ മടക്കി കൊടുത്താൽ മതി. എന്നിട്ട് അതിന്റെ സൈഡ് വേണമെങ്കിൽ ഫോർക്ക് വെച്ച് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ കാണാൻ ഇച്ചിരി കൂടെ ഭംഗി ഉണ്ടാവും. അപ്പൊ അതിന്റെ പരുവം ഞാൻ ലാസ്റ്റ് കാണിക്കാം. അപ്പൊ ഞാൻ മൊത്തം കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഇതേ രണ്ട് സൈഡിൽ കുറച്ച് മൈദ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പൊ ചില ആൾക്കാർക്കൊക്കെ ഇങ്ങനത്തെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ ഇഷ്ടമുണ്ടാവും. അങ്ങനെയുള്ളവർ മാത്രം ചെയ്താൽ മതി. അല്ലാത്തവര് സാധാ പോലെ തന്നെ രണ്ട് സൈഡും ഒരേപോലെ മടക്കി എടുത്താൽ മതി. ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡിലും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത് കാണുമ്പോൾ കുറച്ച് ടഫായിട്ട് തോന്നും, പക്ഷെ സിമ്പിൾ ആണ്, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ അത്യാവശ്യം ചൂടുള്ള സമയത്ത് തന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഇതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക, കാരണം ഒന്ന് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും, കറക്റ്റ് ആയിട്ട് നമുക്ക് വെന്ത് കിട്ടൂല. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 1-2 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുത്താൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നമ്മൾ മൈദ വെച്ച് വേണമെങ്കിലും ഇത് ചെയ്യാം, അപ്പൊ കുറച്ചും കൂടെ ക്രിസ്പി ആയിരിക്കും. അപ്പൊ രണ്ട് സൈഡും ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. കാണാൻ തന്നെ നല്ല ഭംഗിയില്ല, അതേപോലെ തന്നെ നല്ല ക്രിസ്പി. നമ്മൾ ഇങ്ങനെ കുറെ പീസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുക, കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ മെനക്കെടാൻ താല്പര്യം ഇല്ലാത്തവർ ഇതേപോലെ ചെയ്താൽ മതി. രണ്ട് സൈഡ് ഒരേപോലെ ഒട്ടിച്ചു കൊടുത്താണ്. എന്നിട്ട് സൈഡ് ഒന്ന് ഭംഗി ഉണ്ടാവാൻ വേണ്ടി ഫോർക്ക് വെച്ച് ചെയ്താണ്. ഞാനത് എടുത്ത് വീഡിയോ മിസ്സായി പോയതാണ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് രണ്ട് സൈഡ് ഒട്ടിച്ചെടുത്താൽ മതി. അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പൊ കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യണം എന്നുള്ളവർ മാത്രം അതുപോലെ ചെയ്താൽ മതി. അല്ലാത്തവർ ഇതേപോലെ ചെയ്യുക. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചിക്കനൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അത് മാത്രമല്ല നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ്. നല്ല ചൂടോടെ കഴിക്കാനാണ് ഇത് കൂടുതൽ നല്ലത്. അപ്പൊ നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് അപ്പൊ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അതേപോലെ തന്നെ നമ്മളെ കോൺടെസ്റ്റിൽ പങ്കെടുക്കുക. കോൺടെസ്റ്റിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പങ്കെടുക്കുക. അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പൊ ഇതേപോലെ തന്നെ അടിപൊളി ഇഫ്താർ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.